ഓക്കെ, നോ സെക്കൻഡ് ചാപ്റ്റർ വെക്റ്റർ ഫീൽഡ്സ്. വെക്റ്റർ ഫീൽഡ്സ് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാൽ തന്നെ എന്താണ് വെക്റ്റർ ഫീൽഡ് എന്നുള്ളത് ഒന്നുകൂടെ പറയാമെന്ന് വിചാരിക്കുന്നു. വെക്റ്റർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിൽ ഒരുപാട് പോയിന്റുകളുണ്ടാവും. അപ്പോൾ സാധാരണ നമ്മൾ പാടങ്ങൾ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു പാടത്ത് നമുക്ക് നെല്ല് നിൽക്കണ കാണുവാണെങ്കിൽ എന്താ കാണുക? ഫീൽഡ് നിങ്ങൾ അതായിട്ട് കണ്ടാൽ മതി. എല്ലാ പോയിന്റിലും ഓരോ നെൽക്കതിര് നിൽക്കുകയാണ്. നമുക്കിവിടെ നെൽക്കതിരിന് പകരം ഒരു വെക്ടറാണെന്ന് മാത്രം. അപ്പോൾ എല്ലാ പോയിന്റിലും ഓരോ വെക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു സ്പേസ്, ആ സ്പേസിലെ എല്ലാ പോയിന്റിലും ഓരോ വെക്ടർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓരോന്നിനും തിരിച്ചറിയാൻ പറ്റുക? അപ്പോൾ അതിലൊരു വെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പാടത്ത് നോക്കിയിട്ട് ഇന്ന നെൽക്കതിരെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണമല്ലോ. എന്നാലേ നമുക്കതിനെ ഓരോന്നിനെയും കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ നെൽക്കതിർ നിൽക്കുന്ന സ്ഥലം ആണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് വയ്ക്കുക. എന്നിട്ട് അവിടുത്തെ നെൽക്കതിരെന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നമുക്ക് അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു വെക്ടറൽ ഫീൽഡിൽ ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വെക്ടറിനെ ഡിനോട്ട് ചെയ്യാൻ നമുക്ക് രണ്ട് കമ്പോണൻസ് വേണം. ഒന്ന്, അതെവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ പൊസിഷൻ കാണിക്കുന്ന ഒരു പോയിൻ്റ്, അത് നമ്മൾ സാധാരണ പി എന്ന് പറയും. പി എപ്പോഴും പൊസിഷൻ ആയിരിക്കും. രണ്ടാമത്, ആ പോയിന്റിൽ ഏതാണോ വെക്ടർ അത് വി എന്ന് പറയും. ഓക്കെ, സോ എ വെക്ടർ അറ്റ് എ പോയിന്റ് പി ബിലോങ് ടു Rn+1. ഇതൊക്കെ n+1 ഡയമെൻഷൻ സ്പേസിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ തേർഡ് സെം പഠിച്ചൊക്കെ R1ലും R2ലും ഒക്കെ നടന്ന കാര്യമാണ്. അത്രയും വ്യത്യാസമുള്ളൂ. നിങ്ങൾക്ക് ഇത് തേർഡ് സെം പഠിച്ചതായിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. പക്ഷേ ഇവിടെ അത് Rn+1 ഡീൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. So a vector at a point P belong to Rn+1 is a pair. It is a pair V equal to vector V equal to PV. Vector V equal to PV where V is an n+1 dimension. അത് വെക്ടറാണ്. n+1 ഡയമെൻഷനിൽ ഒരു n+1 കോർഡിനേറ്റ് ഉള്ള ഒരു വെക്ടറാണത്. ഓക്കെ, അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി തരാം. സപ്പോസ് n is equal to 2, n equal to 1, n 1 ആയിരിക്കും. സപ്പോസ് n is equal to 1. അപ്പോൾ അത് R2ലെ കാര്യമായിരിക്കും. അപ്പോൾ R2ലെ ഒരു പോയിൻ്റ് എങ്ങനെ വെക്ടർ ആവുന്നത്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇവിടുത്തെ ഒരു കൺസിഡർ ദിസ് പോയിൻ്റ് 2 1 ഒരു വെക്ടർ ആവുന്നത് എങ്ങനെയാണ്? ഇവിടെ എക്സിൽ 2 എടുക്കുക, വൈയിൽ 1 കൺസിഡർ ചെയ്താൽ യു വിൽ ഗെറ്റ് ദിസ് പോയിൻ്റ്. അപ്പോൾ ഈ പോയിൻ്റാണ് അവർ വി എന്ന് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഈ പോയിൻ്റ് വി എന്ന് വെച്ചാൽ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 1 എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വെക്ടറാണ്. അതായത് ഇതിൻ്റെ ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലോട്ട് ജോയിൻ ചെയ്യുന്ന ആ ലൈൻ സെഗ്മെൻറ്റ്. അപ്പോൾ നമുക്ക് എന്തുണ്ട്? ഇവിടെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. എന്താണ് മാഗ്നിറ്റ്യൂഡ്? ഈ കാണുന്ന വെക്ടറിൻ്റെ നീളം, ഇതാണ് മാഗ്നിറ്റ്യൂഡ്. ഏതാണ് ഡയറക്ഷൻ? എക്സ് ആക്സിസ് ഇത്ര ആംഗിളിലാണ് പോകുന്നത്. നമുക്ക് എന്ത് ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ പോയിൻറ്റും ഒരു വെക്ടറായി മാറുന്നത്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഒരു പോയിന്റ് നോക്കും, ഒരു -1, ഈ ഒരു 2 എടുക്കും. -1,2 എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് കിട്ടും. സോ -1 2 എന്ന് പറഞ്ഞാൽ ഇതൊരു വെക്ടറാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഒരു പോയിന്റ് അല്ലേന്ന് തോന്നും. എങ്ങനെയാണ് വെക്ടർ ആവുന്നത്? അത് ഈ ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലോട്ടുള്ളൊരു ലൈൻ വരയ്ക്കുക. ഉണ്ടോ? ഈ വെക്ടർ എപ്പോഴും ഈ കാണുന്ന ഓരോ പോയിന്റും വെക്ടറാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അറ്റം എവിടെയായിരിക്കും? ഒറിജിനിൽ നിന്നാണ് ഇത് തുടങ്ങുന്നുണ്ടാവുക. അത് ഒറിജിനേറ്റ് ചെയ്യണത് എവിടെ നിന്നാണ്? ഒറിജിനിൽ നിന്ന് ആ പോയിന്റ് വരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ സെഗ്മെൻറ്റ്, അതാണ് ആ വെക്ടർ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കൂ, നമുക്കിപ്പോൾ ഇതാണെന്ന് ഓക്കെ, ഞാനൊരു പിക്ചർ വരച്ച് കാണിച്ചു തരാം. സപ്പോസ് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഇതാണ് നമ്മുടെ ഫീൽഡ്. ഇത് ഫീൽഡ് ആണെങ്കിൽ എന്ത് വേണം? ഓരോ പോയിന്റിലും വെക്ടർ വേണം. അപ്പോൾ ഞാൻ നോക്കൂ, ഞാനിപ്പോൾ ആദ്യത്തെ പോയിന്റിൽ, അപ്പോൾ നമുക്ക് വെക്ടർ ഫീൽഡ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എല്ലാ പോയിന്റിലും ഓരോ വെക്ടേഴ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഞാനിതിനെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരു നാല് ഒരുപോലത്തെ പീസുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഞാൻ നോക്കൂ, നമുക്കിവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ടുണ്ട്. ഞാൻ നോക്കൂ, ഒരു വെക്ടറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 0 എന്ന് പറഞ്ഞാൽ x1 y 0 എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് അല്ലേ, ഇവിടുത്തെ ഒരു പോയിൻ്റാണ് നമുക്ക് 1 0 വരെ ഉണ്ടാവുക. ഇതാണ് ഈ വെക്ടർ. ഞാൻ ഈ ഫസ്റ്റ് ഒന്നാമത്തെ സെഗ്മെൻറ്റ്, സെക്കൻഡ് സെഗ്മെൻറ്റ്, ഇതിന് തേർഡ് സെഗ്മെൻറ്റ്, ഇത് ഫോർത്ത് സെഗ്മെൻറ്റ് വിചാരിക്കുക. 1 0 എന്നുള്ളൊരു വെക്ടർ ഞാൻ ഫസ്റ്റ് സെഗ്മെൻറ്റിൽ എല്ലാ പോയിന്റിലും കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഒരു വെക്ടർ എടുത്ത്, അതായത് ഈ ഒരു വെക്ടർ എടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് മാറ്റിക്ക് കൈ പിടിച്ചു, അതെടുത്ത് ഇവിടുത്തെ എല്ലാ പോയിന്റും കൊണ്ടുവയ്ക്കുക. സെയിം വെക്ടർ തന്നെ 1 0 എന്നുള്ള വെക്ടർ നമ്മൾ ഇവിടെ 0 മുതൽ ഇവിടെ ഈ 1 0 എന്നുള്ള വെക്ടർ അവിടെ നിന്ന് പിക്ക് ചെയ്ത് എന്ത് ചെയ്യുക? ഫസ്റ്റ് സെഗ്മെൻറ്റിൽ എല്ലായിടത്തും കൊണ്ടുവയ്ക്കുക. ഉണ്ടോ? എല്ലാ പോയിന്റിലും
അപ്പോൾ അതേ നീളം, അതായത് 0 മുതൽ 1 വരെ 1 യൂണിറ്റ് ഡിസ്റ്റൻസ്, 1 യൂണിറ്റുള്ള വെക്ടർ എല്ലാ പോയിന്റിലും കൊണ്ടുവന്ന് വയ്ക്കും. മനസ്സിലാവുണ്ടോ? ഇനി നോക്കൂ, ഇനി ഇവിടെ ഇപ്പോൾ 0 1 എന്നൊരു വെക്ടർ ചെയ്യാം. ഇപ്പോൾ x0 y1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഇതാണ് നമ്മുടെ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വെക്ടറാണ് 0 1 x0 y1. അത് ആ വെക്ടർ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ, അപ്പോൾ ഇത് ഫസ്റ്റ് സെഗ്മെൻറ്റ് ഇസ് എ വെക്ടർ ഫീൽഡ് വെയർ എവറി വെക്ടർ ഫീൽഡ് ഡിഫൈൻഡ് ബൈ എങ്ങനെയാണ്, പി കോമ വി എന്താ 1 0. നമുക്കതിനെ പി വി എന്ന് വിളിക്കാൻ വേണമെങ്കിൽ വേർ വി ഈസ് ഈക്വൽ ടു 1 0 എന്നിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് കോളം നമുക്ക് എന്ത് ചെയ്യാം, 0 1 വരയ്ക്കുക. 0 1 എന്ന് പറയുന്നത് എല്ലാ പോയിന്റിലും നമ്മൾ ഈ വെക്ടർ കൊണ്ടുവന്ന് വയ്ക്കണം, എല്ലാ പോയിന്റിലും കൊണ്ടുവന്ന് വയ്ക്കുക, അങ്ങനെ നിറച്ച് വയ്ക്കുക. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ വെക്ടർ ഫീൽഡ് അതും ഒരു വെക്ടർ ഫീൽഡാണ്. എല്ലാ വെക്ടറും എങ്ങനെ വയ്ക്കുക, നേരെ മുകളിലേക്ക് നിൽക്കുക. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എല്ലാം റൈറ്റ് സൈഡിലേക്ക് ആയിരുന്നു. ഇനി വേറെ ആലോചിച്ച് നോക്കുക, 1 1 ആണെന്ന് വിചാരിക്കും. 1 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, 1 1 എന്ന് പറഞ്ഞ വെക്ടർ എങ്ങനെയാണ്, 1 1 എന്നുള്ള വെക്ടർ നമുക്കൊരു സെക്കൻഡ് ഞാൻ വരയ്ക്കുന്ന മാച്ചുകളായിട്ട് വേണ്ടാത്തൊക്കെ. ഓക്കെ, 1 1 എന്നുള്ള വെക്ടർ നമുക്ക് എങ്ങനെ വരയ്ക്കും, നമുക്ക് ഇങ്ങനെ വരയ്ക്കേണ്ടത് 1 1 എക്സും 1 വൈയും 1. അതെടുത്ത് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ തേർഡ് ക്വാഡ്രൻറ്റ് ഫുള്ള് കവർ ചെയ്യൂ. സോ തേർഡ് ക്വാഡ്രൻറ്റിലെ എല്ലാ പോയിന്റിലും ഏത് വെക്ടർ ആയിരിക്കും, 1 1 ആയിരിക്കും, ഇങ്ങനെ നിൽക്കും. ഓക്കെ, ഇനി ഫോർത്ത് ക്വാഡ്രൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ -1 -1 വരയ്ക്കും. അപ്പോൾ എല്ലാ വെക്ടറും ഇങ്ങനെ ആയിരിക്കും. എല്ലാ ഫോർത്ത് ക്വാഡ്രൻറ്റ് എല്ലാ പോയിന്റിലും ഈ വെക്ടർ നിൽക്കുന്നുണ്ടാവും. ഇതാണ് വെക്ടർ ഫീൽഡ്. വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫീൽഡ്. അതൊരു ഒരു 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 സ്പേസാണ്. ആ സ്പേസിൽ എല്ലാ പോയിന്റിലും ഓരോ വെക്ടേഴ്സ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു വെക്ടറിനെ നമുക്ക് ഒരു വെക്ടർ ഫീൽഡ് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണം, ഏത് പോയിന്റിലാണ് ഈ വെക്ടർ നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന് നമുക്ക് 2 കോർഡിനേറ്റ്സ് വേണം. ഒന്ന് ഒരു പോയിന്റ് പി, ആ പി എന്നുള്ള പോയിന്റിലാണ് ആ വെക്ടർ നിൽക്കുന്നത്. ഏത് വെക്ടർ, അത് ഇന്ന വെക്ടർ. ഇപ്പോൾ ഇത് നമുക്കിപ്പോൾ R2 പോയിന്റ് എങ്ങനെ വെക്ടർ എന്ന് മനസ്സിലായില്ലേ? അതുപോലെയാണ് ഇവിടെ എന്ത് പറയുന്നത്, അവരിവിടെ ഈ വി ബിലോങ് ടു Rn+1 എന്നുള്ളത് ഒരു വെക്ടറാണ് എന്ന് പറയണേ. കണ്ടോ, ഇതാണ് ജനറൽ നൊട്ടേഷൻ. വി ഈക്വൽ ടു പി വി. പി ഈസ് എ പോയിന്റ് ആൻഡ് വി ഈസ് എ വെക്ടർ. അപ്പോൾ R2 എങ്ങനെയാണ് വെക്ടർ ആയത്, ഇപ്പോൾ ഇവിടെ എന്താ Rn+ എന്ന് പറഞ്ഞാൽ n-ടപ്പിളാണ്. R2 ഒരു പോയിന്റ് പോലെ ഒറിജിനിൽ നിന്ന് ആ പോയിന്റ് വരെയുള്ള ആ ലൈൻ സെഗ്മെൻറ്റ്. നിങ്ങൾ R3 1 1 0 എന്നുള്ള പോയിന്റിൽ ടിപ്പ് വരുന്ന പോലെ 0 0 0 നിന്നൊരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുക. അതാണ് ആ വെക്ടർ. ഓക്കെ, അങ്ങനെ. So geometrically we can think of vector v as a vector v translated to that its tail, so that its tail is at the point p rather than the origin. Okay, അത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഇപ്പോൾ നേരത്തെ ഇവിടെ 1 1 എന്നുള്ളൊരു വെക്ടർ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ 1 1 കൊണ്ടുവച്ചാൽ സംഭവിക്കുന്നത്, ആ പോയിന്റിൽ ഇങ്ങനെ വയ്ക്കും. കാരണം ആ പോയിന്റിൽ 1 1. ഇനി ഇവിടുത്തെ ഒരു പോയിന്റിൽ 1 1 വെക്കണമെങ്കിൽ ഈ വെക്ടർ ഇവിടെ കൊണ്ടുവയ്ക്കാം, ഇത്രയേ ഉള്ളൂ. ഓക്കെ, സപ്പോസ് ഈ പോയിന്റ് ഇപ്പോൾ ഒരു 2 3 ആണെന്ന് വിചാരിക്കും. എക്സ് ഇസ് ഈക്വൽ ടു 2 3 ആണെങ്കിൽ ഈ പി എന്നുള്ള പോയിന്റ് 2 3 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വി ഈസ് ഈക്വൽ ടു 1 1 എന്നുള്ള വെക്ടർ ഉണ്ട്. പി ഈസ് ഈക്വൽ ടു 2 3 എന്നുള്ള പോയിന്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ വെക്ടർ വിളിക്കേണ്ടാവുക, പി. ഇതാണ് വെക്ടർ നൊട്ടേഷൻ. കണ്ടോ, പി എന്നുള്ള പോയിന്റ് ഏതാ 2 3. ഇതാ ഈ പോയിന്റിൽ വെക്ടർ എന്താ, വി ഏതാ 1 1. 1 1 എന്നുള്ള വെക്ടർ. ഇങ്ങനെയാണ് നമ്മൾ വെക്ടർ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, the set of all vectors passing through the point P form a vector space of dimension n+1. Rn+1 ഉള്ള കാര്യമാണ് പറയണേ. ഓക്കെ, അപ്പോൾ R2 എന്ത് സംഭവിക്കുക, R2 നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാൽ അന്ന് ആലോചിച്ച് നോക്കുക. R2 സംഭവിക്കാമെന്ന്. ഇതാണ് നമ്മുടെ R2 എന്നുള്ള സ്ഥലം. ഇതൊരു പോയിന്റ് P എടുത്തു. ഈ പോയിന്റ് പാസ് ചെയ്യുന്ന എല്ലാ വെക്ടേഴ്സിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇങ്ങനെ ഒരെണ്ണം എടുക്കാം, ഇങ്ങനെ എടുക്കാം, അല്ലേ? എല്ലാ വെക്ടേഴ്സിനെയും കളക്ഷൻ ഏത് ഡയമെൻഷനിലേക്കാണ് വരച്ചോളൂ. ഇതെങ്ങനെയാണ് ഒരു വെക്ടർ ഫീൽഡ് ആവണേന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പോൾ ഈ ഡയറക്ഷനിലുള്ള എല്ലാ വെക്ടറും ഉണ്ടാവും. ഓക്കെ, അവരുടെ ഈ ഒരു ഡയറക്ഷനിൽ പോകുന്ന മോജിനേക്കാൾ വലുതും ഈ ഡയറക്ഷനിൽ വലുതുണ്ടാവും. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ഇങ്ങോട്ട് വരുന്നുണ്ടാവും. ഈ പോയിന്റ് പാസ് എല്ലാം വരും. അങ്ങനെയാകുമ്പോൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു പോയിന്റ് എടുത്തു, ഈ പോയിന്റിൽ ഒരു വെക്ടർ, ഇപ്പോൾ ഞാൻ നോക്കൂ, ഈ വെക്ടർ എടുത്തു, ഇതുപോലെ ഈ വെക്ടർ എടുത്തു. ഇങ്ങനെ രണ്ട് കുറച്ച് ഡാർക്കൻ ചെയ്ത് വരയ്ക്കുന്നുണ്ട് മനസ്സിലാവാനായിട്ട്. ഈ 2 വെക്ടർ എടുത്തു. ഈ 2 വെക്ടർ ആഡ് ചെയ്തെന്ന് സംഭവിക്കാൻ നമുക്കറിയാം, പാരലോഗ്രാം ലോ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു വെക്ടർ, അപ്പോൾ അതും ഈ പോയിന്റ് പാസുന്ന വെക്ടർ. അപ്പോൾ അഡീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഒരു വെക്ടർ എടുത്തു, ഇപ്പോൾ ഈ ഒരു വെക്ടർ എടുത്ത് വിചാരിക്കും. ഈ വെക്ടർ നമ്മൾ സ്കെലാർ മൾട്ടിപ്ലൈ ചെയ്തു, ഒന്ന് സംഭവിക്കുക, സ്കെലർ പോസിറ്റീവ് ആണെങ്കിൽ 2vi അതുപോലെ വലുതാവും, അതേ ഡയറക്ഷനിൽ വലുതാവും. നെഗറ്റീവ് ആണെങ്കിൽ ചെറുതാവും. അല്ലെങ്കിൽ ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ, ആ കോൺസ്റ്റന്റ് ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ എടുത്ത വെക്ടറിനേക്കാളും ചെറുതാവും. നെഗറ്റീവ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും.
അപ്പോൾ എല്ലാം ആ പോയിൻ്റ് പാസ് വെക്ടേഴ്സായി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അഡീഷണൽ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഹോൾഡ് ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യും, ഒരു പോയിന്റിൽ പാസ് ചെയ്യുന്ന എല്ലാ വെക്ടേഴ്സിനും കളക്ഷൻ എടുത്താൽ അത് വെക്ടർ സ്പേസ് ആവും. ഇനി ഇതെല്ലാ വെക്ടേഴ്സും എടുത്താൽ ഇത് എന്താവും, ഇത് R2 സ്പേസ് പോലെയല്ലേ വരുന്നത്. ഞാനിപ്പോൾ R2 വരച്ചിരിക്കുന്നത് ഇല്ല, എനിക്ക് R2 വരയ്ക്കുമ്പോൾ ആ സ്പേസിൽ എല്ലാ ഡയറക്ഷനിലും എനിക്ക് വരയ്ക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ R2ൻ്റെ ഡയമെൻഷൻ എത്രയാണ്, ഓർ R2 ആണ്. എനിക്ക് ഏതെങ്കിലും 2 വെക്ടർ കിട്ടിയാൽ ബാക്കി എല്ലാം ഉണ്ടാക്കാൻ പറ്റും. 1 0 0 1 മതി, ബാക്കി എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ശരിയല്ലേ? 1 0 0 1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വെക്ടറും ഉണ്ടായിക്കോട്ടെ, ബാക്കി എല്ലാ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു എന്താവും, ഇതൊരു വെക്ടർ സ്പേസ് ആവും. അപ്പോൾ R2 ആകുമ്പോൾ 2 ഡയമെൻഷൻ ആയതുപോലെ Rn+1 ആകുമ്പോൾ എന്താവും, n+1 ഡയമെൻഷൻ ആവും. അത്രയേ ഉള്ളൂ. At the point P, so the set of all vectors passing through the point P form a vector space Rn+1P. അതിൻ്റെ നൊട്ടേഷൻ ആണ് കേട്ടോ. P stands for the point. ആ പോയിൻ്റ് കാണിക്കാൻ P വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡയമെൻഷൻ n+1 വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ ഡിഫൈൻഡ് ബൈ PV + PW. കണ്ടോ, P എന്നുള്ള പോയിന്റിൽ V എന്നുള്ള വെക്ടർ, P എന്നുള്ള പോയിന്റിൽ W വെക്ടർ, ഇങ്ങനെ ആഡ് ചെയ്യുന്നത് P എന്നുള്ള പോയിന്റിൽ V + W. നമ്മൾ നേരത്തെ വരച്ച് കാണിച്ച പോലെ തന്നെ. ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ C × PV = P എന്നുള്ള പോയിന്റിൽ CV ആയി മാറും. CP CV അല്ല കേട്ടോ, ഇത് ബ്രാക്കറ്റിൽ P, CV ആണ്. ഓക്കെ, ദ വെക്ടേഴ്സ് PV1 PV2 etc. PVn+1 ദാറ്റ് വിൽ ഫോം എ ബേസിസ്. നമ്മളിപ്പോൾ നേരത്തെ R2 പറയുമ്പോൾ PV1 എന്ത് ചെയ്യുക, P10യും PV2 P0 എടുക്കുക, അത് ബേസിസ് ആക്കി എടുക്കാമെന്ന് മാത്രമേ. അപ്പോൾ n+1 ഡയമെൻഷൻ ആകുമ്പോൾ n+1 ആയിരിക്കും എൻ്റെ ബേസിസിൻ്റെ, അതിൻ്റെ ബേസിസിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ടാകുന്ന അർത്ഥം. Now for Rpn+1 where P1 P2 etc. Vn+1 is any basis for Rn+1. ഓക്കെ, നമ്മൾ നേരത്തെ വരച്ച പോലെ അതിൻ്റെ ഒരു എങ്ങനെയാണ് വെക്ടർ വരയ്ക്കുന്നത് എന്നുള്ള കാര്യം. V എന്നുള്ള വെക്ടർ എടുത്തു, അത് P എന്നുള്ള പോയിന്റിൽ ഷിഫ്റ്റ് ചെയ്ത് വെച്ചു, അത്രയേ ഉള്ളൂ. സോ ഡെഫിനേഷൻ, given two vectors PV and PW at P and their dot product is defined as, എങ്ങനെയായിരിക്കും എൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യാം, PV dot PW is equal to V dot W. ഓക്കെ, രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്താ വരിക, സ്കെയിലർ ക്വാണ്ടിറ്റി അവർ ഉണ്ടാവുക. ഓക്കെ, അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഓർക്കണം, ഇതൊക്കെ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട്. വെക്ടറിൻ്റെ സ്കെയിലർ എന്താ പറയുക, ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റ് ഒക്കെ. ആൻഡ് ദ ക്രോസ് പ്രോഡക്റ്റ് ഇസ് ഡിഫൈൻഡ് ബൈ PV × PV ക്രോസ് PW is equal to PV ക്രോസ് W. ഓക്കെ, എന്താണ് V ക്രോസ് W? V ക്രോസ് W ക്രോസ് പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത എന്താ, V എന്നുള്ളൊരു വെക്ടർ ഇങ്ങനെയാണ്, W എന്നുള്ള വെക്ടർ ഇങ്ങനെയാണെങ്കിൽ V ക്രോസ് W എപ്പോഴും എന്തായിരിക്കും, ഇത് V, ഇത് W ആണെങ്കിൽ Vക്കും Wനും രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആര് നിൽക്കുന്നുണ്ടാവുക, അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് ആയിട്ട് വെക്ടർ നിൽക്കും, മുകളിലേക്ക് നിൽക്കും. ഓക്കെ, ഈ രണ്ടിനും വെക്ടർ ഇപ്പോൾ രണ്ട് പ്ലെയിനിൽ വരച്ചിരിക്കുന്നതാണെങ്കിൽ അതിൻ്റെ നേരെ മുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നേരെ നിൽക്കും ആര്, V ക്രോസ് W എന്നുള്ള വെക്ടർ. ഓക്കെ, ഞാൻ ഇങ്ങനെ വരയ്ക്കാം. ഇത് ഇങ്ങനെയും 90 ഡിഗ്രിയാണ്, ഇങ്ങനെയും 90 ഡിഗ്രിയാണ്. മനസ്സിലായോ? തേർഡ് ഡയമെൻഷനിലേക്ക് പോവുക അതിൻ്റെ V ക്രോസ് W എന്നുള്ള. അപ്പോൾ അത് വെക്ടർ ആയിരിക്കും. ഇപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് ഇപ്പോൾ വെക്ടർ തരാം, ഡോട്ട് പ്രോഡക്റ്റ് ഇപ്പോൾ സ്കെയിലാർ തരുന്നുണ്ടാവുക. എന്താണ് ലെങ്ത്, എന്ത് തരുന്നുണ്ടാവുക, ലെങ്ത് നോം V ഓഫ് V, നോം V ഓഫ് V PV is defined by എന്താണ്, √V dot V. ഇതൊക്കെ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ. ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ് V = PV and W = PW is defined by cos θ = എന്താ വരുന്നുണ്ടാവുക, V dot W divided by നോം V × നോം W. അതെങ്ങനെ മനസ്സിലാവുന്നത്, എങ്ങനെയാണ് നമ്മൾ V dot A dot B എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, AB cos θ. അവിടെ നിന്നാണ് നമുക്കത് കിട്ടുന്നുണ്ടാവുക. AB cos θ എന്ന് പറഞ്ഞാൽ AB പോസിറ്റീവ് ആകുമ്പോൾ പറയാം, അത് mod A × mod B cos θ എന്ന് ശരിക്കും പറയാം. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാവുന്ന കാര്യം കൂടുതൽ പറയണില്ല. എന്നാൽ വെക്ടർ ഫീൽഡ് നോക്കൂ. എ വെക്ടർ ഫീൽഡ് X on U is subset of Rn+1 if vector field X on U subset of Rn+1 is a function which assigns to each point of U a vector at that point. ഞാൻ നേരത്തെ പറഞ്ഞു ഓർക്കുക, വെക്ടർ ഫീൽഡ് എന്താണ്, അതൊരു സ്പേസ് ആണ്. അപ്പോൾ ഒരു Rn+1 സബ്സെറ്റ് ആണ്. അതിലെല്ലാ പോയിന്റിലും എന്ത് വേണം, നമുക്ക് വെക്ടർ വേണം, എല്ലാ പോയിന്റിലും വെക്ടർ വേണം. അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യാം. എങ്ങനെ, എല്ലാ പോയിന്റിലും നമുക്ക് ആര് തരും, ഒരു വെക്ടർ തരുന്ന ഒരു ഫംഗ്ഷൻ. അപ്പോൾ ഡൊമൈൻ പറഞ്ഞെന്താണ്, ഡൊമൈൻ U തന്നെ. കാരണം U എന്നുള്ള പോയിന്റ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക, U എന്നുള്ള എല്ലാ പോയിന്റ് നമുക്ക് ആരെ കിട്ടും, ഒരു വെക്ടർ കിട്ടും. ഓക്കെ, അതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷനായിട്ട് കാണാൻ പറ്റും. ബിക്കോസ് എല്ലാ ഡൊമൈനിലുള്ള എല്ലാ പോയിന്റിനും ഇമേജ് പറയുമ്പോഴല്ലേ ഒരു ഫംഗ്ഷനായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് U എന്നുള്ള പോയിന്റിൽ U എന്നുള്ള ഒരു Rn+1 സബ്സെറ്റിലൊരു വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കതൊരു എന്ത് ചെയ്യാൻ പറ്റും, ആ ഡൊമൈനിലുള്ള എല്ലാ പോയിന്റിലും ഒരു വെക്ടർ നിൽക്കുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതൊരു ഫംഗ്ഷനായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. Okay, so it is a function which assigns to each point of U a vector at that point. Thus x of p is equal to
എക്സ് ഓഫ് പി എന്നുള്ളത് വെക്റ്റർ ഫീൽഡ് നൊട്ടേഷനാണ് കേട്ടോ. എക്സിൻ്റെ ഡബിൾ ലൈൻ ശ്രദ്ധിക്കൂ. ഒരു വൺ സൈഡ് ഡബിൾ ലൈനും മറ്റത് ക്രോസും വരയ്ക്കുന്നതാണ് എക്സ് ഓഫ് പി. അതിൻ്റെ ഒരു നൊട്ടേഷനാണ്. ഇത് പി എക്സ് ഓഫ് പി ആണ്. അത് ആർ എച്ച് എസിൽ കാണുന്ന എക്സ് ഓഫ് പി എന്നുള്ളത് വെക്റ്ററാണ്. പി എന്നുള്ള പോയിന്റിൽ വെക്റ്റർ കാണിക്കാനാണ് എക്സ് ഓഫ് പി കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് എക്സുകളും തെറ്റിപ്പോകരുത്. ഒരു ഡബിൾ ലൈൻ വരുന്നത് വെക്റ്റർ ഫീൽഡിൻ്റെ കാണിക്കാനായിട്ടുള്ള നൊട്ടേഷനാണ്. ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒരെണ്ണേ വരുന്നുള്ളത് വെക്റ്ററിനെ കാണിക്കുന്നതാണ്. വേർ എക്സ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം യു ടു Rn+1. ഓക്കെ, യു എന്നുള്ളത് പോയിൻ്റാണ്, Rn+1ലേക്കാണ് നമ്മുടെ എങ്ങനെ Rn+ലേക്ക് ആവണേ? എല്ലാ വെക്റ്ററും Rn+1 വെക്റ്ററാണ്. എല്ലാ പോയിൻറ്റും ഓരോ Rn+ൽ ഓരോ പോയിൻറ്റും ഓരോ വെക്റ്റർ അല്ലേ? എല്ലാ പോയിൻറ്റിലും നമുക്കൊരു വെക്റ്റർ നിൽക്കും. ഓരോ വെക്റ്ററും എന്താ Rn+ൽ ഒരു പോയിൻ്റാണ്. അതുകൊണ്ടത് ഈ വെക്റ്റർ ഫീൽഡ് എന്താ? ഇറ്റ്സ് എ ഫംഗ്ഷൻ ഫ്രം യു ടു Rn+1. യുവിൽ എല്ലാ പോയിൻറ്റിലും നമുക്കൊരു വെക്റ്റർ തരുന്നുണ്ടാവും. സി, ഡ്രോ ദ വെക്റ്റർ ഫീൽഡ് ഓൺ R2 എക്സ് ഓഫ് പി ഈക്വൽ ടു പി എക്സ് ഓഫ് പി വേർ എക്സ് പി ഈസ് ഈക്വൽ ടു 1 0. നോക്കൂ, R2വിൽ നമുക്കൊരു വെക്റ്റർ ഫീൽഡ് വരയ്ക്കണം. ഏത് പോയിന്റ് പി എടുത്താലും ആ പോയിന്റിൽ വെക്റ്റർ ഏതാ? 1 0. നമ്മൾ നേരത്തെ വരച്ച പോലെ എല്ലാ പോയിന്റിലും 1 0 വരയ്ക്കുക. ഇതാണ് എൻ്റെ ഡയഗ്രാം. നോക്കൂ, എല്ലാ പോയിന്റിലും 1 0. 1 0 എന്താ? x1ഉം y 0 എന്ന പോയിന്റ് ഏതാ? ഈ കാണുന്നതാണ് 1 0. അപ്പോൾ ഒറിജിനിൽ വെച്ചിട്ട് ഈ 1 0 ഈ വെക്റ്ററാണ് എല്ലായിടത്തും കൊണ്ടുവച്ചിരിക്കുന്നത്. ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നു, ഇവിടെ വെച്ചിരിക്കുന്നു, ഇവിടെ വെച്ചിരിക്കുന്നു. എവിടെ വേണമെങ്കിലും കൊണ്ടുവച്ചോളൂ. അതേ വെക്റ്ററിനെ കൊണ്ടുവയ്ക്കണം എന്ന് മാത്രം. 1 0 1 0 1 0 1 0 എവിടെ വേണമെങ്കിലും കൊണ്ടുവച്ചോളൂ. ഓക്കെ, ഫൈൻ. അടുത്തത്, ഡ്രോ ദ വെക്റ്റർ ഫീൽഡ് ഓഫ് എക്സ് ഓഫ് പി ഈക്വൽ ടു പി ഓൺ R2. എക്സ് ഓഫ് പി ഈക്വൽ ടു പി എന്ന് പറയാം. അപ്പോൾ അതായത് 1 0 എന്നുള്ള പോയിന്റിൽ വെക്റ്റർ ഏതാ? 1 0. 1 എന്നുള്ള പോയിന്റിൽ വെക്റ്റർ ഏതാ? 1 1 എന്ന് പറഞ്ഞാൽ ആ ഗ്രാഫ് എങ്ങനെ വരും ഉണ്ടാവുക? ഇങ്ങനെ വരും. ഇതാണ് 1 0 എന്നുള്ള പോയിന്റ്. ഈ പോയിന്റ്, ആ പോയിന്റ് വെക്റ്റർ ഏതാ? ഇങ്ങനെ നിൽക്കും. ഇതാണ് 1 1 എന്നുള്ള പോയിന്റ്. 1 1 എന്നുള്ള പോയിന്റിലെ വെക്റ്റർ ഏതാണ്? 1 1 തന്നെയാണ്. പി എക്സ് ഓഫ് പി പി എന്നല്ലേ പറഞ്ഞേക്കുന്നത്. പി ഇപ്പോൾ 1 1 എന്നുള്ള വെക്റ്റർ ഏതാ? ഇതാണ് 1 1 എന്നുള്ള വെക്റ്റർ. പക്ഷേ നമുക്ക് വേണ്ടത് ആ പോയിന്റിൽ 1 1 എന്നുള്ള പോയിന്റിൽ 1 1 എന്നുള്ള വെക്റ്റർ വേണം. അപ്പോൾ കണ്ടോ, ആ 1 1 എന്നുള്ള വെക്റ്റർ എവിടെ കൊണ്ടുവച്ചു? 1 1ൽ വെച്ചു. ഇനി 2 2 എന്നുള്ള പോയിന്റിൽ വെക്റ്റർ വേണമെങ്കിലോ എന്ത് വേണം? 2 2 എന്നുള്ള പോയിന്റിൽ വെക്റ്റർ 2 2 ആയിരിക്കും. അപ്പോൾ 2 2 വെക്റ്റർ എടുത്തിട്ട് 2 2ൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. കണ്ടോ, ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഈ ലൈനിലെല്ലാം പെടും. എല്ലാം ഇങ്ങനെ കിട്ടും നിങ്ങൾക്ക്. അതൊന്ന് വരച്ച് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അതുകൊണ്ടാണ് ഈ ഗ്രാഫ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഡ്രോ ദ ഫീൽഡ് ഓൺ R2 എക്സ് ഓഫ് പി ഈക്വൽ ടു 0 1. നമ്മൾ നേരത്തെ വരച്ച പോലെ എല്ലാം മുകളിലേക്ക് നിൽക്കും. എക്സ് ഓഫ് പി ഈക്വൽ ടു -p, അത് 1 1 എന്നുള്ള പോയിന്റിൽ വെക്റ്റർ ആയിരിക്കും. -1 1 ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ എല്ലാം എവിടേക്കായിരിക്കും? ഒറിജിനിലേക്കായിരിക്കും പോയിന്റ് ഉണ്ടാവുക. കാരണം 1 1 ഉള്ള പോയിന്റ് വെക്റ്റർ ഏതാ? -1 1. സോ 1 1 എന്നുള്ള പോയിന്റിൽ ഒറിജിൻ തുടങ്ങുന്ന പോലെ -1 1 വരച്ച് എങ്ങോട്ട് നിൽക്കും? അത് 0ലേക്ക് നിൽക്കില്ലേ? മനസ്സിലായോ? -1 1 എന്നുള്ള ഒരു വെക്റ്റർ എടുക്കുക. അതേതാ? ഒറിജിനിൽ തുടങ്ങി -1 1 അവസാനിക്കുന്നത്. പക്ഷേ അത് എവിടെ വയ്ക്കണം? 1 1ൽ കൊണ്ടുവയ്ക്കണം. അപ്പോൾ അത് എന്ത് ചെയ്യും? നമ്മുടെ സെൻറ്ററിൽ ഒന്ന് അവസാനിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതൊക്കെ. അടുത്ത എക്സ് ഓഫ് x1 x2. പിക്ക് വരെ x1 x2 കൊടുത്തിട്ടുണ്ട്. പി ഒരു R2 പോയിന്റ് അത്രയും തന്നെ. -x2, x1. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടാവുക? 1 1 എടുക്കുക, 1 0 എടുക്കുക. 1 0 എടുത്താൽ x1 1 x2 0. ഓക്കെ, എങ്ങനെയാണത്? -x2 x1. അപ്പോൾ x2 0 ആണെങ്കിൽ വെക്റ്റർ ഏതാ? 0 1 ആയി മാറും. സോ 1 0 എന്നുള്ള പോയിന്റിൽ 0 1 ആണ് വെക്റ്റർ. അതുകൊണ്ടാണ് അവർ മുകളിലേക്ക് വരച്ചേക്കുന്നത്. കണ്ടോ, 1 0 എന്നുള്ള പോയിന്റിൽ 0 1 ആണ് കേട്ടോ. ഇതാണ് 0 1 എന്നുള്ള വെക്റ്റർ വരച്ചേക്കണേ. ഇനി 1 1 എന്നുള്ള പോയിന്റ് നോക്കണം. 1 1 എന്നുള്ള പോയിന്റ് ഏത് വെക്റ്റർ വരിക? -1 1 വരും. -1 1 എന്നുള്ള വെക്റ്റർ എന്താണ്? x -1 ഇവിടെ, y 1 മുകളിൽ. അപ്പോൾ ഇവിടേക്ക് വെക്റ്റർ. അപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞ വെക്റ്റർ ഇതാണ്. ഈ ലൈനല്ലേ വരണ്ടേ? കണ്ടോ, ആ ലൈൻ നിൽക്കുന്നത് കണ്ടോ? മനസ്സിലായോ? ഇതിപ്പോൾ എന്തായി? x 0 y 2. 0 2 എന്നുള്ള പോയിന്റിൽ വെക്റ്റർ ഏതാ? 0 2. ഇപ്പോൾ -2, 0 ആയി. -2, 0 എന്ന് വെച്ചാൽ ഏത് വരും? ഇതാണ് x -2. ഇത് 0. ഇങ്ങനെ വരണം. അതെടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കാം. അങ്ങനെ വരച്ച് പോകും. ഓക്കെ, ഇതാണ് നമ്മുടെ വെക്റ്റർ ഫീൽഡ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ നോക്കൂ. ഇതുപോലെ അവർ തന്നിരിക്കുന്ന രീതിയിൽ തന്നെ എല്ലാ വെക്റ്ററുകളൊന്നും വരയ്ക്കാൻ ശ്രമിച്ചാൽ മതി കേട്ടോ. വീണ്ടും അവർ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ദിസ്. ഓക്കെ, അടുത്ത പാരാമെട്രൈസ് കർവാണ് അടുത്ത സെക്ഷൻ. സോ എന്താണ് സ്മൂത്ത് ഫംഗ്ഷൻ? നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ഒരു സ്മൂത്ത് ഫംഗ്ഷൻ f from u to r where u is a subset of Rn+1.
ഈ സ്മൂത്ത് എന്ത് വേണം, അതിൻ്റെ ആ ഫംഗ്ഷൻ എന്താവണം, ഡിഫറൻഷ്യബിൾ ആവണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് Rn+1 ആ ഫംഗ്ഷൻ പോണേ അല്ലേ. ഫംഗ്ഷൻ്റെ ഡൊമൈൻ Rn+1 ആണ്. ഫംഗ്ഷൻ ഇത് റേഞ്ച് എന്താ, 6 ആണ്. അപ്പോൾ Rn+1 ആറിലേക്കുള്ളൊരു ഫംഗ്ഷനാണ് കേട്ടോ. സോ നമുക്കത് ഒരു എന്താ പറയുക, R2 എന്നുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് വരും, ആ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും. അപ്പോൾ ഒരു എപ്പോഴും ഡൊമൈൻ 2 പോകാം. f(x1x2) എന്തായിരിക്കും, ഒരു റിയൽ നമ്പർ ആയിരിക്കും. സോ ഇത് ആറിലേക്ക് പോകുന്നൊരു ഫംഗ്ഷനാണ് അല്ലേ. ഇത് എന്തായിരിക്കും, ഒരു റിയൽ നമ്പർ ആയിരിക്കും. സോ ദിസ് ബിലോങ് ടു എ റിയൽ നമ്പർ. ഓക്കെ. അപ്പോൾ ഈ ഫംഗ്ഷൻ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാം, ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ x1 + x2 = 3 എന്നൊക്കെ പറഞ്ഞ പോലെ ഇതൊരു ഫംഗ്ഷനാണ്, ഡിപ്പെൻഡിങ് ഓൺ 2 വേരിയബിൾസ്. അല്ലെങ്കിൽ നമുക്കിത് സാധാരണ നമുക്ക് പരിചയമുള്ള പോലെ x + y = 5 എന്നൊക്കെ പറയാം. x + y = 5 എന്ന് പറയാം. ഓക്കെ, ഞാൻ എക്സിലും വൈയിലും പറയാം, കുറച്ച് എളുപ്പമായിരിക്കും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാനായിട്ട്. സോ ഫോർ x² + y² = 4. ഈ ഫംഗ്ഷൻ തരാം നമുക്ക്, ഈക്വൽ ടു വേണ്ട f(x, y) = x² + y². ഒരു ടിപ്പിക്കൽ ഫംഗ്ഷനായി ഫ്രം R2 to R. ഇതിപ്പോൾ R നിന്ന് ആറിലേക്ക് വരുന്ന പോലെയാണ്. n = 2. ഈ ഫംഗ്ഷനാണെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷൻ എക്സിലും വൈയിലും രണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇതിന് 2 വേരിയബിൾസ് ഉള്ള കാരണം നമുക്ക് ഇതിനെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് പറയേണ്ടി വരും. ∂f/∂x ഉം ∂f/∂y, അല്ലെങ്കിൽ x1 x2 ആണെങ്കിൽ ∂f/∂x1 ∂f/∂x2. ഒരു ഫംഗ്ഷൻ ഫ്രം Rn+1 to R, അല്ലെങ്കിൽ Rn+1 സബ്സെറ്റ് യുവിൽ നിന്ന് ആറിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ, അത് സ്മൂത്ത് ആവണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എവറി വേരിയബിൾ ദ പാർഷ്യൽ ഡെറിവേറ്റീവ് മസ്റ്റ് ബി പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം. സോ എല്ലാ വേരിയബിൾസിലും പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം. മാത്രമല്ല എല്ലാ ∂f/∂x1 ∂f/∂x2 എല്ലാം എന്തായിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. സോ എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണം. എല്ലാം എന്തായിരിക്കും ചെയ്യണം, കേട്ടോ, എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണം. അതും ഓഫ് ഓൾ ഓർഡേഴ്സ്. അതായത് ∂f/∂x1 വേണം, ∂2f/∂x1 വേണം, ∂x1² വേണം, ∂3f/∂x³ വേണം. എല്ലാ ഓർഡറിലുള്ള ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം, എല്ലാ വേരിയബിൾസ് എക്സിസ്റ്റ് ചെയ്യണം, എല്ലാം കണ്ടിന്യൂസ് ആണ്. എന്നാലേ ഫംഗ്ഷൻ എന്താവുള്ളൂ, സ്മൂത്ത് ആവുള്ളൂ കേട്ടോ. Okay, now a function f from u to rk is smooth if each component fi is smooth. ആ പറഞ്ഞ എന്താ, ഈ സപ്പോസ് ഇഫ് k is equal to 3, k 3 ആണെങ്കിൽ f is a function from u to rk. സോ u1 ഒരു പോയിന്റ് കൺസിഡർ. എന്താണ് f of u1, where u1 is coming from u. അതാണ് എന്തായിരിക്കും, rk r3ലേക്ക് പോകും. അപ്പോൾ എന്താവും, ഇവിടെ ഒരു കമ്പോണൻ്റ് ഉണ്ടാവും f1 of u1, അടുത്ത f2 of u1, മൂന്നാമത്തെ കമ്പോണൻ്റ് f3 of u1. അപ്പോൾ ഇങ്ങനൊരു ഫംഗ്ഷൻ ഉണ്ട് ശരിക്കും. 3 കമ്പോണൻ്റ് ഉണ്ട്, R3ലേക്ക് ഫംഗ്ഷൻ. അപ്പോൾ ഇങ്ങനെ ഫംഗ്ഷൻ സ്മൂത്ത് ആവണമെങ്കിൽ ഓരോ കമ്പോണൻ്റ് എന്താവണം, f1ഉം f2ഉം f3 മൂന്നും എന്താവണം, സ്മൂത്ത് ആവണം. പിന്നെ ഇവിടെ എന്താണ് f1, ഹിയർ f1 is a function from u to r. f1 ആറിലേക്കാണ്, f2 ആറിലേക്കാണ്, f3 ആറിലേക്കാണ്. പക്ഷേ f of u എന്ന് R3ലേക്കാണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ. സോ എല്ലാ കോർഡിനേറ്റിലേക്കുള്ള ഫംഗ്ഷൻ എന്താവണം, സ്മൂത്തായാൽ മാത്രമേ ആ മെയിൻ ഫംഗ്ഷൻ നമ്മൾ സ്മൂത്ത് എന്ന് പറയുള്ളൂ. ഓക്കെ. അപ്പോൾ വെക്റ്റർ ഫീൽഡ് എക്സ് ഓൺ യു സ്മൂത്ത് ഇഫ് ദ അസോസിയേറ്റഡ് ഫംഗ്ഷൻ എക്സ് ഫ്രം യു ടു Rn+1 സ്മൂത്ത്. കാരണം നമ്മൾ വെക്റ്റർ ഫീൽഡ് ഒരു ഫംഗ്ഷനാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് സ്മൂത്ത് ആവാൻ നമ്മൾ നേരത്തെ പറഞ്ഞു. വെക്റ്റർ ഫീൽഡ് ഒരു ഫംഗ്ഷനായിട്ട് പറയാം എന്നതുകൊണ്ട് നമുക്ക് ആ വെക്റ്റർ ഫീൽഡിന് അസോസിയേറ്റുള്ള ഫംഗ്ഷൻ സ്മൂത്ത് ആണെങ്കിൽ ആ വെക്റ്റർ ഫീൽഡ് സ്മൂത്ത് എന്ന് പറയും. അത്രയേ ഉള്ളൂ കേട്ടോ. നോ ഗ്രേഡിയൻ്റ് ഓഫ് എ ഫംഗ്ഷൻ. എന്താണ് ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ ∂f ജസ്റ്റ് ഡെഫിനേഷനാണ്. എന്താ നോക്കൂ, അസോസിയേറ്റഡ് വിത്ത് ഈച്ച് സ്മൂത്ത് ഫംഗ്ഷൻ എഫ് ഫ്രം യു ടു ആർ ദർ ഇസ് എ സ്മൂത്ത് വെക്റ്റർ ഫീൽഡ് ഓൺ യു. അപ്പോൾ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സ്മൂത്ത് വെക്റ്റർ ഫീൽഡ് ആണ് എന്നുള്ള കാര്യം ഇവിടെ നിന്ന് മനസ്സിലായി. കോൾ ദ ഗ്രേഡിയൻറ്റ് ∂f. ∂f-നെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഗ്രേഡിയൻ്റ് എന്ന് വിളിക്കുക. അതൊരു സ്മൂത്ത് വെക്റ്റർ ഫീൽഡാണ്. ഏതൊരു സ്മൂത്ത് ഫംഗ്ഷൻ എടുത്താലും അതിനെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു സ്മൂത്ത് വെക്റ്റർ ഫീൽഡ് ഉണ്ടാവും. അതിൻ്റെ പേരാണ് ഗ്രേഡിയൻറ്റ്. ആ ഗ്രേഡിയൻറ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യണമെന്ന് നോക്കൂ. ∂f of p is equal to p, ∂f/∂x1, ∂f of p by ∂x1, ∂f of p by ∂x2, etc. ∂f of p by ∂xn+1. ഇതാണ് നമ്മൾ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, വിത്ത് റെസ്പെക്ട് ടു എവറി വേരിയബിൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുക, അവിടെ വയ്ക്കുക. എന്നിട്ട് ആ പോയിന്റ് പിയുടെ പി എന്താണോ പോയിന്റ് 10 ആണെങ്കിൽ 10 ഇട്ട് കൊടുക്കുക, അത്ര തന്നെ. അപ്പോൾ ഒരു വാല്യൂസ് കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മൾ ഗ്രേഡിയൻറ്റ് വെക്റ്റർ. എന്താണ് റെഗുലർ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിത് അവരെ പഠിച്ചിട്ടുണ്ട് തേർഡ് സെമസ്റ്ററിലൊക്കെ. ഡെൽ എഫ് ഓഫ് പി 0 അല്ലെങ്കിൽ പി എന്നൊരു പോയിന്റ് എടുക്കുക, ആ പോയിന്റിലെ ഗ്രേഡിയൻറ്റ് അത് ഡെൽ എഫ് ഓഫ് പി 0 അല്ലെങ്കിൽ നമ്മൾ പി ഒരു റെഗുലർ പോയിൻ്റ് ആണെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സർഫസിലോ അല്ലെങ്കിൽ നമുക്കൊരു സ്പേസിലോ ഒരു പോയിൻ്റ് റെഗുലർ ആവണമെങ്കിൽ എന്താ വേണ്ടേ? ഡെൽ എഫ് ഓഫ് പി. ആ പോയിന്റിലുള്ള ഡെൽ എഫ് ഓഫ് എന്താവണം? നോൺ സീറോ ആവണം. എന്താണ് പാരാമെട്രൈസ്ഡ് കർവ്? A parameterized curve in Rn+1 is a smooth function alpha from I to Rn+1. ഒരു സാധാരണ ഒരു കർവാണ്. ഒരു കർവ് എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് എന്ത് പറയാൻ പറ്റും? എങ്ങനെ വരച്ചാൽ ഇതൊരു കർവാണ്. ഈ കർവൊക്കെ നമുക്ക് എന്താ പറയുക? ദിസ് ക്യാൻ ബി കൺസിഡേർഡ് ടു ബി എ ഫംഗ്ഷൻ ഫ്രം ഐ എന്ന് പറഞ്ഞൊരു ഇൻ്റർവെല്ലിൽ നിന്നുള്ള ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഐയിൽ നിന്ന് ഈ കർവ് ഇവിടെ കിടക്കുന്ന ദിസ് കർവ് ഇസ് ലൈങ് ഓൺ Rn+1. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ ഒരു പോയിൻ്റ് എടുക്കുക. ഇപ്പോൾ ഈ ഫസ്റ്റ് പോയിൻ്റ് ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇതിലോട്ട് മാപ്പ് ചെയ്തു, എൻ പോയിൻ്റ് ഇവിടേക്ക് മാപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇടയിലെ പോയിൻ്റ് എടുത്താൽ ഇതിൻ്റെ ഇമേജ് ഏതെങ്കിലും അടുത്ത പോയിൻ്റ്, ഇത്ര തന്നെ. അപ്പോൾ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഒരു കണ്ടിന്യൂസ് മാപ്പിംഗ് ആണ് എപ്പോഴും ഒരു കർവ്. അപ്പോൾ ഒന്നുമില്ല, ഇതൊരു ഇലാസ്റ്റിസിറ്റി ഉള്ള ഒരു സംഭവമാണെന്ന് വിചാരിക്കുക. ഇൻ്റർവെൽ അതിനെ പിടിച്ച് ഇച്ചിരി നീട്ടുക, ഇച്ചിരി വളച്ച് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടി? ഒരു കർവ് കിട്ടി എന്ന പോലെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലുണ്ടാവും, എൻഡിങ് പോയിന്റ് ഉണ്ടാവും, ഇടയിലെ പോയിന്റ് എവിടെയെങ്കിലൊക്കെ ഇടയിൽ കാണാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ പാരാമെട്രൈസ്ഡ് കർവ് ഇൻ Rn+1 is a smooth function alpha from I to Rn+1 where I is an open interval in R. ഓക്കെ, ബാക്കിയെല്ലാം നോക്കൂ. ആൽഫ ഇസ് സ്മൂത്ത് മീൻസ് ഈച്ച് എക്സ് ഐ. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ആൽഫ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ? Rn+1ലേക്ക് ആ ഫംഗ്ഷൻ പോകണം, എല്ലാ കോർഡിനേറ്റിലേക്കുള്ളത് എന്താവണം? സ്മൂത്ത് ആവണം. എന്താണ് വെലോസിറ്റി വെക്റ്റർ? ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്, കഴിഞ്ഞ തേർഡ് സെമസ്റ്റർ ഉണ്ടായിരുന്നതാണ്. ആൽഫയാണ്, ആൽഫ ഓഫ് ടി ആണ് നമ്മുടെ വെക്റ്റർ എങ്കിൽ വെലോസിറ്റി എന്താ? ആൽഫ ഡോട്ട് ഓഫ് ടി ആയിരിക്കും. സോ വെലോസിറ്റി വെക്റ്റർ അറ്റ് ടൈം ടി ബിലോങ് ടു ഐ ഓഫ് ദ പാരാമെട്രൈസ്ഡ് കർവ് ആൽഫ ഫ്രം ഐ ടു Rn+1 ഇസ് ദ വെക്റ്റർ ആൽഫ ഡോട്ട് ഓഫ് ടി ഡിഫൈൻഡ് ബൈ ഇറ്റ് ഇസ് ദ വെക്റ്റർ ആൽഫ ഡോട്ട് ഓഫ് ടി. ഇവിടെ ഡോട്ട് ഇടാൻ മറന്നു പോയിട്ടുണ്ട്, അതൊന്ന് ഇട്ടുള്ളൂ കേട്ടോ. ഡിഫൈൻഡ് ബൈ ആൽഫ ഡോട്ട് ഓഫ് ടി ഈസ് ഈക്വൽ ടു ആൽഫ ഓഫ് ടി ഡി ടി ബൈ ഡി ടി ഓഫ് ആൽഫ ഓഫ് ടി. ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. സപ്പോസ് നമുക്ക് ഇങ്ങനെ പോകുന്ന ഒരു കർവാണ് നമ്മുടെ ഇത് ഐ എന്നുള്ളൊരു ഇൻ്റർവെൽ. ഓക്കെ, ഈ ഇൻ്റർവെല്ലിൽ നിന്നുള്ളൊരു ഫംഗ്ഷനാണ് ആൽഫ. അപ്പോൾ ആൽഫ ഈ ഇൻ്റർവെല്ലിലുള്ള ഫംഗ്ഷനാണ് ആൽഫ. അപ്പോൾ എന്താണ് ആൽഫ? ആൽഫ ഒരു കർവാണ്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ നമ്മൾ വേരിയൻ്റ് ടി എന്ന് പറയാണ് കേട്ടോ. സോ ടി സം പോയിൻ്റ് ഓഫ് ദിസ് ഇൻ്റർവെൽ. അങ്ങനെയാണെങ്കിൽ ഫോർ പെർട്ടിക്കുലർ ടി നോട്ട്, ഈ പോയിന്റ് ടി നോട്ട് ആണെങ്കിൽ ഈ ടി നോട്ടിൻ്റെ കറസ്പോണ്ടിങ് ആൽഫ ഓഫ് ടി നോട്ട് എവിടെ വരും? ഇറ്റ് വിൽ ബി സം പോയിന്റ് ഹിയർ. ദിസ് ഇസ് ആൽഫ ഓഫ് ടി നോട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് വെലോസിറ്റി വെക്റ്റർ? നമ്മൾ ഇപ്പോൾ ഇതാണ് ഇനീഷ്യൽ പോയിന്റ് വിചാരിക്കുക. ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഇവിടെ നിന്ന് പതുക്കെ ഇങ്ങനെ വന്ന് ഈ പോയിന്റ് എത്തുമ്പോൾ ഇങ്ങനെ വെക്റ്റർ ഉണ്ടാവും. ഇതാണ് ശരിക്കും വെലോസിറ്റി വെക്റ്ററിൻ്റെ ജോമെട്രി. അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് ഇങ്ങനെ വരുന്നുണ്ടാവുക. ഈ കർവ് ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഇത് ഇങ്ങനെയായിരിക്കും വെലോസിറ്റി വെക്റ്റർ നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് വെലോസിറ്റി വെക്റ്റർ. അപ്പോൾ വെലോസിറ്റി വെക്റ്ററിൻ്റെ ഇനീഷ്യൽ പോയിന്റ് എവിടെയാണ്? ഏത് പോയിന്റിലാണോ നമ്മൾ വെലോസിറ്റി വെക്റ്റർ പറയുന്നത് ആ പോയിന്റിലാണ് അതിൻ്റെ ഇനീഷ്യൽ പോയിന്റ്. അതുകൊണ്ടാണ് ആൽഫ ഡോട്ട് ഓഫ് ടി അവർ ഡിഫൈൻ ചെയ്യാൻ നേരത്ത് അവരെന്ത് പറഞ്ഞത്? അവർ ആൽഫ ഓഫ് ടിയിലാണ് ആ പോയിന്റ് വെക്റ്റർ നിൽക്കുന്നത് എന്ന് പറഞ്ഞേക്കുന്നത്. സോ ദിസ് ഇസ് വൈ ആൽഫ ഡോട്ട് ഓഫ് ടി ഇസ് ഡിഫൈൻഡ് ആസ് ആൽഫ ഓഫ് ടി ഡി ബൈ ഡി ടി ഓഫ് ആൽഫ ഓഫ് ടി. ഓക്കെ, പിന്നെ അതിൻ്റെ ജസ്റ്റ് ഒരു ആ ഡെഫിനേഷൻ ഒന്ന് വെച്ച് ഒന്ന് പരത്തി പറഞ്ഞുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഓഫ് ടി ഡി ബൈ ഡി ടി എഫ്. എന്താണ് ആൽഫ ഓഫ് ടി? Rn+1 പോയിൻ്റാണ് ആൽഫ ഓഫ് ടി നമുക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ട് കണ്ടോ. Rn+1 പോയിൻ്റ്. അപ്പോൾ എന്താവും? നമുക്കിതിന് Rn+1 ഒരു പോയിൻ്റ് കൊണ്ടുവയ്ക്കാം കേട്ടോ. ആൽഫ ഓഫ് ടിക്ക് പകരം Rn+1 പോയിൻ്റ് കൊണ്ടുവച്ചു. സോ ഡി ബൈ ഡി ടി ഓഫ് x1 ഓഫ് ടി എക്സെട്ര x2 ഓഫ് ടി എക്സെട്ര xn+1 ഓഫ് ടി പറഞ്ഞു. അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് അതിനകത്ത് എന്താ ഓരോ കോർഡിനേറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഡെറിവേറ്റീവ് കാണാൻ പറ്റും. സോ ആൽഫ ഓഫ് ടി ഡി ബൈ ഡി ടി ഓഫ് x1 ഓഫ് ടി എക്സെട്ര ഡി ബൈ ഡി ടി ഓഫ് xn+1 ഓഫ് ടി എന്ന് പറയാൻ പറ്റും. ഫൈൻ. ഓക്കെ, നമ്മൾ നേരത്തെ വരച്ച കാര്യം തന്നെ ഇവിടെ ഒരു ഡയഗ്രമായിട്ട് കാണിച്ചിട്ടുണ്ട്. മനസ്സിലാക്കി ജസ്റ്റ് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. എന്താണ് ഇൻ്റഗ്രൽ കർവ്? ഇതുകൂടെ പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഈ സെഷൻ ഒന്ന് അവസാനിപ്പിക്കാം. ബാക്കി അടുത്ത സെഷനിൽ പറയാം. ഇൻ്റഗ്രൽ കർവ് എന്ന് പറഞ്ഞാൽ നോക്കുക, ഞാൻ ആദ്യം പറയാം, അതിന് ശേഷം നമുക്കത് അതിൻ്റെ ഡെഫിനേഷൻ വായിക്കാം.
ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു വെക്റ്റർ ഫീൽഡ് നമ്മുടെ കൺസിഡറേഷനിൽ വരും. സപ്പോസ് ദിസ് ഇസ് എ വെക്റ്റർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിലെല്ലാ പോയിന്റിലും എന്തുണ്ടാവും, ഓരോ വെക്റ്ററുകളും ഉണ്ടാവും. സോ വെക്റ്റർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ തന്നെ സ്പേസ് അല്ല, അതൊരു R1+ സബ്സെറ്റ് ആണ്, വേർ ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഓഫ് ദ സെറ്റ് എ വെക്റ്റർ ഹാസ് ബീൻ ഡിഫൈൻഡ്. ഓക്കെ, ഇതൊരു വെക്റ്റർ ഫീൽഡാണ്. ഇതിലൊരു കർവ് ഉണ്ടെന്ന് വിചാരിക്കും. സപ്പോസ് ഇതിലൊരു കർവ് ഉണ്ട്, ആ കർവാണ് ഇങ്ങനെ ഒരു കർവ് ഉണ്ട് വിചാരിക്കും. ഓക്കെ, ഈ കർവ് ഇതൊരു പാരാമെട്രൈസ് കർവാണ്. ബിക്കോസ് എന്താ, ഇത് ഐന്ന് അല്ലേ, ഒരു ഇൻ്റർവെൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു കർവാണിത്. ഈ കർവ് ഇൻ്റഗ്രൽ കർവ് ആവണത് എപ്പോഴാണെന്നുള്ളതാണ് ചോദ്യം. ഒരു പാരാമെട്രൈസ് കർവ് എപ്പോഴാണ് ഇൻ്റഗ്രൽ കർവ് ആവുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നോക്കുള്ളൂ, ഇപ്പം ഞാൻ വരച്ചിട്ടുള്ള ഈ പോലെ വരച്ചിട്ടുള്ള ഈ ഒരു കർവ് ഇൻ്റഗ്രൽ കർവ് ആവണമെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഈ കർവിലെ എല്ലാ പോയിന്റിലും നമുക്ക് വെലോസിറ്റി വെക്ടർ വരയ്ക്കാൻ പറ്റുമല്ലോ. ഫോർ എക്സാമ്പിൾ, ഈ പോയിന്റ് വെലോസിറ്റി വെക്ടർ ഇങ്ങനെ നിൽക്കും, ഈ പോയിന്റ് വെലോസിറ്റി വെക്ടർ ഇങ്ങനെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് കർവ് മൂവ് എന്നുള്ളതാണ് അസംഷൻ. ഈ പോയിന്റ് വെലോസിറ്റി വെക്ടർ ഇങ്ങനെ നിൽക്കും. ഞാൻ കുറച്ച് വെലോസിറ്റി വെക്ടേഴ്സ് വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇത്രയും വെലോസിറ്റി വെക്ടേഴ്സ് വരച്ചിട്ടുണ്ട്. ഈ ഓരോ വെലോസിറ്റി വെക്ടറുകളും, അതായത് നമ്മുടെ ആൽഫ ഡോട്ട് ഓഫ് ടികൾ ആ പോയിന്റിലുള്ള, അതായത് ഈ കർവിലെ എല്ലാ വെലോസിറ്റി വെക്ടേഴ്സും ആ പോയിന്റിലുള്ള വെക്ടറൽ ഫീൽഡിലെ കറസ്പോണ്ടിങ് വെക്ടറുമായിട്ട് സെയിം ആവണം. വെക്ടർ ഫീൽഡ് അമർത്തെന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ പോയിന്റിലും ഒരു വെക്ടേഴ്സ് ഉണ്ടല്ലോ, ആ വെക്ടേഴ്സ് തന്നെ ആവണം ഈ കർവിൻ്റെ ആ പോയിന്റിലുള്ള വെലോസിറ്റി വെക്ടേഴ്സ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഒരു പാരാമെട്രൈസ് കർവ് എപ്പോഴാണ് ഇൻ്റഗ്രൽ കർവ് ആവുന്നത്, എവിടെ, ഒരു വെക്ടർ ഫീൽഡിൽ എന്ന് പറയാൻ പോകുന്നത്. ഒരു വെക്ടർ ഫീൽഡിൽ ഒരു പാരാമെട്രൈസ് കർവ് ഇൻ്റഗ്രൽ കർവ് ആവണമെങ്കിൽ നമുക്ക് വേണ്ട കാര്യം എന്താണ്, നമുക്ക് വേണ്ടത് ആ കർവിൻ്റെ വെലോസിറ്റി വെക്ടേഴ്സും ആ വെക്ടർ ഫീൽഡിലുള്ള വെക്ടേഴ്സും കോയിൻസൈഡ് ചെയ്യണം. സോ ആൽഫ ഡോട്ട് ഓഫ് ടി മസ്റ്റ് ബി ഈക്വൽ ടു എക്സ് ഓഫ് ആൽഫ ഓഫ് ടി. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ വിളിക്കും. അങ്ങനെയുള്ള കർവ് എന്ത് വിളിക്കും, നമ്മൾ ഇൻ്റഗ്രൽ കർവ് എന്ന് വിളിക്കും. സോ അത് കണ്ടോ, ആൽഫ ഓഫ് ടി യു ഉണ്ടാവണം, ആൽഫ ഡോട്ട് ഓഫ് ടി എന്തായാലും പറഞ്ഞാൽ എക്സ് ഓഫ് ആൽഫ ഓഫ് ടി ആണ് ഫോർ എവറി ടി കമ്മിങ് ഫ്രം ഐ. ഇതാണ് നമ്മുടെ അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വിത്ത് ഈ സെക്ഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.